ഐക്യരാഷ്ട്രസഭയുടെ ദുരന്ത നിവാരണ വിദഗ്ധനായ മുരളി തുമ്മാരുകുടി 2 ദിവസം മുൻപായിട്ട് ഒരു കുറിപ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. ശശി തരൂരിൻ്റെ ഒരു പോസ്റ്റ് കൂടി ഷെയർ ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ കുറിപ്പ്. ആദ്യം നമുക്ക് മുരളി തുമ്മാരുകുടിയുടെ ആ കുറിപ്പ് ഒന്ന് വായിക്കാം. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്: ശ്രീ ശശി തരൂരിനെതിരെ കോൺഗ്രസ്സുകാരുടെ ഇതുവരെയുള്ള ഒരു പരാതി അദ്ദേഹം ഒരു സമരത്തിന് ഇറങ്ങുകയോ തല്ലുകൊള്ളുകയോ ചെയ്തിട്ടില്ല എന്നതാണ്. ഇനിയിപ്പോൾ ആ പരാതി വേണ്ട എന്നാണ് മുരളി തുമ്മാരുകുടി പറയുന്നത്. വെച്ചാൽ കഴിഞ്ഞ ഡിസംബർ 23-ാം തീയതി നവകേരള സദസ്സിൻ്റെ സമാപന ദിവസം തിരുവനന്തപുരത്ത് കോൺഗ്രസിൻ്റെ വക ഒരു ഷോ ഓഫ് ഉണ്ടായിരുന്നു. ആ ഷോ ഓഫിൽ എല്ലാ എംപിമാരും എല്ലാ MLA-മാരും പങ്കെടുത്തിരുന്നു. ആ പരിപാടിക്കകത്ത് നടന്ന കാര്യത്തെക്കുറിച്ചുള്ള ശശി തരൂർ MP-യുടെ വിവരണം ഷെയർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ കുറിപ്പ്. പതിവിന് വിരുദ്ധമായിട്ട് മലയാളത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശശി തരൂരിൻ്റെ. അതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെ, മലയാളത്തിലേക്ക് വേണ്ടി മാത്രമാണ് ശശി തരൂർ ആ പോസ്റ്റ് ഷെയർ ചെയ്തത്. നമുക്ക് ശശി തരൂരിൻ്റെ പോസ്റ്റ് കൂടി വായിക്കാം, എന്നാലും കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. അദ്ദേഹം സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കുകയാണ് ആ പോസ്റ്റിനകത്ത്. അതിൽ ശശി തരൂർ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ന് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടായി. സമാധാനപരമായ ഒരു റാലിയുടെ ഭാഗമായതിന് കേരള പോലീസിനെ ന്യായീകരിക്കാനാകാത്തതും നീതികെട്ടതുമായ ടിയർ ഗ്യാസ് പ്രയോഗത്തിനും ജലപീരങ്കി പ്രയോഗത്തിനും ഇരയായ 100-ൽ പരം ആളുകളിൽ ഒരാളായി. എല്ലാവിധ നിയമപ്രകാരമുള്ള അനുവാദങ്ങളും വാങ്ങിക്കൊണ്ട് നടത്തിയ പൊതുയോഗത്തിൽ പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുമ്പോഴായിരുന്നു യാതൊരു പ്രകോപനവും കൂടാതെ ടിയർ ഗ്യാസ് പ്രയോഗം ഉണ്ടായത്. ആ ടിയർ ഗ്യാസ് ഷെൽ വന്നു വീണത് സ്റ്റേജിൻ്റെ പിൻവശത്തായിരുന്നു. പിന്നീട് തുരുതിര ടിയർ ഗ്യാസ് പ്രയോഗവും ജലപീരങ്കി പ്രയോഗവുമായിരുന്നു ഉണ്ടായത്. തൊലിപ്പുറത്തും കണ്ണുകളിലും ശ്വാസകോശത്തിലും അസഹ്യമായ വേദന അനുഭവപ്പെട്ട നിലയിൽ തന്നെ ഞാൻ DGP-യുമായി സംസാരിക്കുകയും പോലീസിൻ്റെ ഈ ക്രൂരതയ്ക്കെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തു. ജനപ്രതിനിധികളായ വളരെയധികം MP-മാരും MLA-മാരും ഇരുന്നിരുന്ന സ്റ്റേജിൽ ടിയർ ഗ്യാസ് പ്രയോഗം നടത്തിയത് സാമാജികരുടെ പ്രിവിലേജുകളുടെ ലംഘനമായി തന്നെയാണ് കണക്കാക്കേണ്ടത്. അത് നിയമപരമായി നേരിടുന്നതാണ്. നിയമം അനുസരിക്കുന്നവരെ കയ്യേറ്റം ചെയ്യാൻ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയ നിയമലംഘകരുടെ ഭരണത്തിലേക്കാണ് കേരളം ഈ തരം താണിരിക്കുന്നത്. ഈ നികൃഷ്ടമായ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം കേരള മുഖ്യമന്ത്രിക്ക് തന്നെയാണെന്ന് കൂടി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത്. അദ്ദേഹം ഒരു സമരത്തിൽ പങ്കെടുത്തു. ആ സമരത്തിൽ പോലീസ് കൃത്യമായി കൈകാര്യം ചെയ്തു. അതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിഷേധമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആദ്യമായിട്ട് ശശി തരൂർ ഒരു സമരത്തിൽ പങ്കെടുത്തു എന്നതിനെക്കുറിച്ച് ആണ് മുരളി തുമ്മാരുകുടി പറയുന്നത്. മാത്രമല്ല, തനിക്ക് ഉണ്ടായ ഏറ്റവും പുതിയ അനുഭവം എന്ന പേരിൽ തന്നെയാണ് ശശി തരൂരും ഈ കുറിപ്പ് എഴുതിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ശശി തരൂർ ആദ്യമായിട്ട് ഒരു സമരത്തിൽ പങ്കെടുത്തു. 2009-ലാണ് അദ്ദേഹം MP ആവാൻ വേണ്ടി ഈ കേരളത്തിൽ വരുന്ന കാര്യം പ്രത്യേകിച്ച് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 2009-ലാണ് അദ്ദേഹം ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ലോക്സഭയിലേക്ക് വിജയിക്കുന്നത്. പിന്നെ 2014-ലും 2019-ലും അദ്ദേഹം തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം ഇതുവരെ ഇങ്ങനത്തെ ഒരു സമരത്തിൽ കഴിഞ്ഞ നീണ്ട 15 വർഷത്തിനിടെ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സമരത്തിൽ പങ്കെടുക്കുന്നത് എന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഇത് തന്നെയാണ് മുരളി തുമ്മാരുകുടി നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. ആദ്യമായിട്ട് ഒരു സമരത്തിൽ പങ്കെടുത്തു, ഇനി സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് അദ്ദേഹം പരാതി പറയത്തില്ലല്ലോ എന്ന്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 15 വർഷമായിട്ട്, എന്ന് വെച്ചാൽ 2009-ൽ അദ്ദേഹം വരുന്ന സമയത്ത് കേരളത്തിൽ കോൺഗ്രസ് പ്രതിപക്ഷത്താണ്. 2014 മുതൽ കേന്ദ്രത്തിൽ കോൺഗ്രസ് പ്രതിപക്ഷത്താണ്. പക്ഷേ ഈ നീണ്ട 15 വർഷത്തിനിടെ ഒരിക്കൽ മാത്രമാണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു അനുഭവം ഉണ്ടായത്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സമരത്തിലേക്ക് തെരുവിൽ ഇറങ്ങിയിട്ടുള്ളത് അദ്ദേഹം ആദ്യമായിട്ടാണ്. നേരത്തെ ഒരുപാട് കാരണങ്ങളിൽ കോൺഗ്രസ് പ്രതിഷേധിക്കാൻ വേണ്ടി തെരുവിൽ ഇറങ്ങിയപ്പോഴൊന്നും ശശി തരൂരിനെ ആ ഏരിയയിലേക്ക് കണ്ടിട്ടില്ല. ഇപ്പോൾ നിവർത്തികേടുകൊണ്ട് വരേണ്ടിയിരിക്കുകയാണ്. മാത്രമല്ല, ശ്രദ്ധേയമായ ഒരു കാര്യം വെച്ചാൽ അദ്ദേഹം കള്ളം പറയുകയാണെന്ന് കൂടി എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ കോൺഗ്രസ് പ്രവർത്തകർ കല്ലെറിഞ്ഞതുകൊണ്ട് മാത്രമാണ് പോലീസ് തിരിച്ച് ടിയർ ഗ്യാസും ജലപീരങ്കി പ്രയോഗിച്ചത്. അല്ലായിരുന്നെങ്കിൽ പോലീസ് പ്രയോഗിക്കത്തില്ലായിരുന്നു. മാത്രമല്ല, പ്രതിപക്ഷ KPCC അധ്യക്ഷൻ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ പോകുന്നതിന് മുൻപേ തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ പോലീസിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. എന്ന് വെച്ചാൽ കോൺഗ്രസ് പ്രവർത്തകരുടെ കൺട്രോൾ പ്രതിപക്ഷ നേതാവിൻ്റെ KPCC അധ്യക്ഷൻ്റെ ഈ പറയുന്ന ശശി തരൂരിൻ്റെ കയ്യിലേ അല്ല. അത് തന്നെ വീണ്ടും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇതിനൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം വെച്ചാൽ 2015-ൽ LDF പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് സോളാർ കേസിനെതിരായിട്ട് ഇതുപോലെ തന്നെ LDF-ഉം പ്രതിഷേധിച്ചിരുന്നു. ആ സമയത്ത് 92 വയസ്സുള്ള പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ സംസാരിച്ചുകൊണ്ടേ ആ സമയത്താണ് രമേശ് ചെന്നിത്തലയുടെ പോലീസ് ടിയർ ഗ്യാസ് എടുത്തെറിഞ്ഞ്. 92 വയസ്സുള്ള VS അച്യുതാനന്ദന് അന്നൊരു പ്രശ്നമില്ലായിരുന്നു. ആ ഊർജ്ജത്തോടെ എന്ന് വെച്ചാൽ ഇതൊരു പ്രശ്നമല്ല എന്ന രീതിയിലാണ് അദ്ദേഹം ആ സമരത്തെ നേരിട്ടത്. ആ സമയത്താണ് 77 വയസ്സുള്ള
കെ സുധാകരനും അതിനേക്കാൾ പ്രായം കുറഞ്ഞ ശശി തരൂരും പ്രതിപക്ഷ വി ഡി സതീശനും ഇതിനെക്കുറിച്ച് പരാതി പറയുന്നത്. VSന്റെ ഒരു ഇഞ്ച് പോലും അളക്കാൻ ഇപ്പോഴത്തെ പ്രതിപക്ഷ ഒന്നുമല്ലെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വീണ്ടും ഒന്നുകൂടെ തെളിയിക്കുന്നതാണ് ശശി തരൂരിൻ്റെ ഈ പോസ്റ്റ്. നീണ്ട 15 വർഷം ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും പയറ്റിട്ടും ഇതുപോലൊരു സമരം നടത്താൻ ഇതുവരെ പറ്റാത്ത ശശി തരൂരാണോ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. അതിനൊരു വേറൊരു അർത്ഥത്തിൽ ചോദിച്ചിരിക്കുകയാണ് മുരളി തുമ്മാരുടി ശശി തരൂരിനെ കളിയാക്കുകയാണോ അതോ വിമർശിക്കുകയാണോ കാര്യം നമ്മളൊന്നും പറയുന്നില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നീണ്ട 15 വർഷം അദ്ദേഹം MP ആയിട്ടും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് വീണ്ടും അദ്ദേഹം തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുതെ ഇംഗ്ലീഷ് പറയുക മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനമെന്ന് ശശി തരൂർ എന്ന് മനസ്സിലാക്കുന്നു, അത് കോൺഗ്രസ് എന്ന് മനസ്സിലാക്കുന്നു, അന്ന് മാത്രമേ മുന്നോട്ട് പോക്ക് സാധ്യമാകത്തുള്ളൂ.